ഒരു രക്ഷയില്ലട്ടാ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. നല്ല വെയിലും നല്ല ചൂടുമാണ് ട്ടോ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നതേ ഒരു 11:30, 12 മണിയായിട്ടുണ്ടാവും ട്ടോ. നമ്മളിപ്പോൾ ഈ കൽപ്പാത്തിയിലാണ് ട്ടോ. കൽപ്പാത്തിയിലെ രഥോത്സവം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം ട്ടോ ഈ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നതുണ്ടല്ലോ അഗ്രഹാരങ്ങളുടെ ഇടയിലുള്ള വഴിയിലൂടെയാണ് ട്ടോ. ആ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടക്കുന്നത്. ഇരുവശവും അഗ്രഹാരങ്ങളാണ് ട്ടോ. നമുക്ക് കുറച്ച് നേരം ഒന്ന് കയറി നിൽക്കണമെന്ന് തോന്നിയാൽ ഒരു തണൽ വരികയില്ല ട്ടോ. തണലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറി നിൽക്കാനായിട്ടൊരു സ്ഥലം വരില്ല. അത്രയ്ക്ക് തിരക്കാണ്. ഇടുങ്ങിയ വഴിയാണ്. ഈ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പാത്തി രഥോത്സവത്തിന് ഓരോ വർഷവും തിരക്ക് കൂടി കൂടിയായിട്ട് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ 12 മണിക്ക് വന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നല്ല വിശപ്പ്. അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഇതിൻ്റെ അപ്പുറത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അങ്ങേ വശത്തായിട്ട് അതിന് ഒരു അന്നദാന കൗണ്ടർ ഉണ്ട്. അന്നദാന കൗണ്ടർ കണ്ടതിന് ശേഷം നമ്മളപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിച്ച് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വിശ്രമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എങ്ങും നമുക്ക് ഇരിക്കാനൊന്നും ഒരു സ്ഥലമില്ല. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ കൽപ്പാത്തിപ്പുഴയുടെ അരിയത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ കൽപ്പാത്തിപ്പുഴയുടെ അരിയത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പാറമ കയറി കുറച്ച് നേരം മരുന്നടിച്ചാണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നല്ല വിശ്രമം കിട്ടും. നല്ല കാറ്റാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നല്ല വിശ്രമമൊക്കെ എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒരു 4 മണിയാകുമ്പോഴൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ കൽപ്പാത്തി രഥോത്സവത്തിനുള്ള രഥം അവിടെ നിരന്നിട്ടുണ്ടാവും. എന്നെപ്പോലെ തന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഒരുപാട് പേര് ഇവിടെ വന്ന് വിശ്രമിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൽപ്പാത്തി രഥോത്സവത്തിന് രഥത്തെ തള്ളി നിൽക്കുന്ന ആനയുണ്ടല്ലോ, ആന തളച്ചിരിക്കുന്നത് ഞാൻ കിടക്കുന്നതിൻ്റെ ഈ പുറകുവശത്ത് തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇവൻ്റെയൊക്കെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടെ തന്നെ ആയിട്ട് ഇവിടെ കുറച്ച് നേരം കിടന്നത്. ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുന്നവരുണ്ട്. ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ച് നേരം നല്ല തണുത്ത ജലമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ക്ഷീണം മാറും. അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നവരൊക്കെ ഈ പുഴയിലാട്ടോ വന്ന് കുളിക്കുന്നതും അതേപോലെ തന്നെ കയ്യും കാലും മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് ആ അമ്പലത്തിന് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാനപ്പോൾ നേരത്തെ തന്നെ വിട്ടിട്ടു. ഒരു 4 മണി എന്ന് പറഞ്ഞൊരു 3:30 സമയമായപ്പോഴേക്കും ഞാൻ വിട്ടിട്ടു. കാരണം വേറെ ഒന്നുമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നിട്ടു. കൽപ്പാത്തിപ്പുഴയുടെ തീരം, അതായത് ഭാരതപ്പുഴയുടെ പോഷക നദിയായ കൽപ്പാത്തിപ്പുഴ, ആ കൽപ്പാത്തിപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ അതേ സങ്കല്പത്തിൽ ശിവഭഗവാനും കാശിയിലെ തന്നെ പ്രസിദ്ധ ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ അതേ ഭാവത്തിൽ ആദിപരാശക്തിയായ പാർവതി ദേവിയുമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. കൂടാതെ ഉണ്ടല്ല ഈ ക്ഷേത്രം ഭൂനിരപ്പിൽ നിന്ന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കുണ്ടുക്കോവിൽ എന്നും പേരുണ്ട്. തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൽപ്പാത്തി ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ പ്രദേശങ്ങളിലൊന്നാണ്. ശിവക്ഷേത്ര നിർമ്മാണത്തോടനുബന്ധിച്ചാണ് ഇവർ ഇങ്ങോട്ട് കുടിയേറിയത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി സാമ്യമുള്ള പൂജാരീതി പിന്തുടരുന്ന ഈ ക്ഷേത്രത്തിൽ സമീപ ക്ഷേത്രങ്ങളുമായി ചേർന്ന് എല്ലാ വർഷവും നടക്കുന്ന ഉത്സവമാണ് ഈ കൽപ്പാത്തി രഥോത്സവം. ഞാനിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് ഈ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന വശത്തേക്ക് എത്തിയൊക്കെ കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ രഥോത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടോ ഒരുപാട് തേരുകൾ അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 തേരുകളുണ്ട്. അതേപോലെ തന്നെ ജനക്കൂട്ടം, അതിലുപരിയായിട്ട് ജനക്കൂട്ടവും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഈ തേരുകളുടെ ഇടയിലൂടെ കുറച്ച് നേരം അങ്ങോട്ട് നടക്കാൻ കരുതി. അറ്റം വരെ അങ്ങോട്ട് നടക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ തിരക്കായതുകൊണ്ട് തന്നെ അങ്ങോട്ട് നടന്ന് നീങ്ങുന്നില്ല കേട്ടോ. ഈ തേരുകൾ അലങ്കരിച്ചേക്കണമൊക്കെ ആ വാഴക്കൊലയും കരിക്കും അതേപോലെ തന്നെ നല്ല നല്ല രീതിയിലുള്ള ചിത്രങ്ങളും മണികളും ഒക്കെ തൂക്കിയിട്ടേക്കണത് കണ്ടു. എന്ത് രസമാണെന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണ് ഈ തേരുകളൊക്കെ കാണാനായിട്ട് തന്നെ. അപ്പോൾ ഈ തേരുകളെ മുഴുവനും ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ നടക്കുന്നത് കേട്ടോ. നമ്മളീ പോകുന്ന പാതയുണ്ടല്ലോ, ഈ വഴിയുടെ 2 വശങ്ങളിലുമായിട്ട് അഗ്രഹാരങ്ങളാണ് കേട്ടോ. ഈ അഗ്രഹാരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ ഈ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വീതി കുറവായ റോഡാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ് കേട്ടോ. ഇതുണ്ട് ഇവിടെ ഒരു JCB കിടക്കുന്നുണ്ട് കേട്ടോ. ഈ രഥത്തെ തള്ളി നീക്കാൻ വേണ്ടി JCB കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതേകൂട്ട് തന്നെ ആനനെ കൊണ്ട് രഥം തള്ളിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. ആനനെ കൊണ്ട് തള്ളിക്കോ തള്ളിക്കാതിരിക്കുമോ ഇതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ട എന്ത് ഭംഗിയായിട്ട് നോക്കി ഇതൊക്കെ അലങ്കരിച്ചേക്കണത്. ഇതുണ്ട് ഒരുപാട് മണികളും അതുപോലെ തന്നെ കുതിരയും എല്ലാവരും കൂടി നല്ലൊരു ചേലുണ്ട് ശരിക്കും കാണാനായിട്ട്. അങ്ങനെ അവിടെ നടന്നതിന് ശേഷം ഉണ്ടല്ലോ ഞാനപ്പോൾ ഈ രഥത്തിൻ്റെ അരിയത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരുടേതായ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ചടങ്ങുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയും അവരുടേതായ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ രഥോത്സവം തുടങ്ങേണ്ട ഏകദേശം ടൈമായിട്ടുണ്ട്. ആ സമയത്താണ് കേട്ടോ അതെ ആന വരുന്നത് കണ്ടു.
ആ രഥത്തെ തള്ളി നിൽക്കാനുള്ള ആനയാണ് കേട്ടോ വരുന്നത്. നമ്മൾ ആ കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് വിശ്രമിച്ചല്ലോ. ആ വിശ്രമിക്കുന്ന സമയത്ത് കണ്ട ആന ഇവിടെ എത്തിയിട്ട് ഈ ആനയുണ്ടല്ലോ രഥത്തിൻ്റെ അടുത്തേക്ക് വന്ന വഴി പിന്നെ എല്ലാവരും അങ്ങോട്ടായിട്ടോ. എന്തിനാണെന്നറിയോ, ഈ ആന രഥത്തെ തള്ളുന്നൊരു കാഴ്ചയുണ്ട്. അത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാനും പോയി നിന്നിട്ടോ ആ വീഡിയോ എടുക്കാനായിട്ട്. പക്ഷേ ഒരു രക്ഷയുമില്ല. ഇത്രയും സമയം നിന്നിട്ടും ആന തള്ളുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. കഴിഞ്ഞ വർഷം തള്ളിയൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം തള്ളി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തള്ളുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടു. ചിലർ പറയുന്നുണ്ട് തള്ളുമെന്ന് പറയുന്നുണ്ട്, ചിലർ പറയും തള്ളില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ നിന്നിട്ടും ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആന തള്ളില്ല. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ആന തള്ളാത്തത് വേറൊന്നും കൊണ്ടല്ല, നിയമങ്ങൾ മാറി വരികയാണല്ലോ. ചിലപ്പോൾ ആനയെ കൊണ്ട് അങ്ങനെ തള്ളിക്കരുതെന്ന് വല്ല നിയമവും വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ആന ഇങ്ങനെ നിൽക്കുന്നത്. ആന അപ്പം തുമ്പിക്കൈ കൊണ്ട് വെറുതെ തൊട്ടു ആ രഥത്തെ തള്ളി. അപ്പോൾ പിന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ട, ഇവിടെ മുന്നിൽ ഈ രഥത്തിൻ്റെ മുന്നിലായിട്ട് ആളുകൾ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ മടവൊക്കെ പിടിച്ച് ഇതുമാരി വേണമെങ്കിൽ നമുക്കും പിടിച്ച് വലിക്കാം കേട്ടോ. ആർക്ക് വേണമെങ്കിലും കയറി വലിക്കാം. പണ്ടൊക്കെ ഇവിടെയുള്ളവർ മാത്രമേ വലിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ വരുന്നവരും എല്ലാവരും വലിക്കുന്നുണ്ട്. ചെരിപ്പൂരിയിട്ട് വലിക്കാനൊക്കെ അവർ പറയുന്നുണ്ട് നമ്മളോട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നിന്ന് വലിക്കാം കേട്ടോ. ഇത് കണ്ട, ഇവരൊക്കെ അതെ വലിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു ഉത്സവം ഉണ്ടല്ലോ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഉത്സവമുണ്ട്. ഈ അഗ്രഹാരങ്ങളും ഈ രഥം വലിക്കുന്ന കാഴ്ചകളും എല്ലാം തന്നെ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്. നമ്മളുടെ നാട്ടിൽ തന്നെ ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ജില്ലകളിൽ ഇതേപോലുള്ള ഉത്സവങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ടോ. അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.